നടപടിക്രമങ്ങൾ പാലിച്ച് തയ്യാറാക്കിയ കാര്യങ്ങൾ നടപ്പാക്കാൻ ആ ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അത് കൃത്യമായി പരിശോധിച്ചല്ലേ കാര്യങ്ങൾ നീക്കേണ്ടിയിരുന്നു. എന്തപാകതയാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക? സർ, ഇവിടെ മറ്റൊരു പ്രശ്നവും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉന്നയിക്കുകയാണ്. അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. കരാറടിസ്ഥാനത്തിൽ തുടർച്ചയായി സേവനം നടത്തി വരുന്ന അവിടെയുള്ള ജീവനക്കാർ, അവരിൽ ചിലരെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടക്കുന്നുവെന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. സർ, ഇവർക്കെല്ലാം സ്ഥിര നിയമനത്തിന് അർഹതയുണ്ട് എന്ന് വിവിധ ഘട്ടങ്ങളിൽ കോടതികൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇത് ഇത്തരത്തിൽ ഉള്ള ആളുകളുടെ ജോലി കളയുന്നത് ഒരു തരത്തിലും മനുഷ്യത്വപരമായിരിക്കില്ല എന്ന് ഓർമ്മിക്കണം. സർ, ഇവിടെ അദ്ദേഹം പരാമർശിക്കാത്തൊരു കാര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. അതുകൂടി സ്പർശിച്ചു പോകുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. അങ്ങേക്ക് ഇനി എത്ര സമയം കൂടെ വേണം? ഇനി 2 മിനിറ്റേ വേണ്ടു. നവമാധ്യമങ്ങളിൽ വരുന്ന ചില ട്രോളുകൾ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ റിട്ടയർമെൻറ്റിന് തൊട്ട് മുൻപ് ജീവനക്കാരെ സർവീസിൽ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയെടുത്തതായി കണ്ടു. സർ, അതെത്രമാത്രം ക്രൂരതയാണെന്ന് നോക്കണം. അസഹിഷ്ണുതാപരമായ നടപടിയായിട്ടല്ലേ അത് മാറുന്നത്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സർ, കൃത്യമായ സർവീസ് സീനിയോറിറ്റിയും പരിഗണനാർഹമായ ഇതര യോഗ്യതകളും അനുസരിച്ച് സുതാര്യമായി നടത്തിവരുന്ന പൊതുസ്ഥലമാറ്റം, അതാണ് കേരളത്തിൽ നടന്നു വന്നത്. അത് അട്ടിമറിക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് നമ്മുടെ ബഹുമാനായ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഇത് തന്നെ ആവർത്തിക്കുമെന്ന സൂചനയാണ് ഉണ്ടായിട്ടുള്ളത്. നീതിരഹിതമായ സ്ഥലം മാറ്റം തുടരും എന്ന തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. വളരെ ഗൗരവപ്പെട്ടൊരു വിഷയം തന്നെയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന് വിധേയമായിട്ടുള്ളത്. വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സാർ, നമ്മുടെ നിലവിൽ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്ഥലം മാറ്റങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിച്ച് മാനദണ്ഡങ്ങൾ തയ്യാറാക്കി ഗവൺമെന്റ് ഉത്തരവ് 3/2017 പ്രകാരമുള്ള അനുമതി നൽകിയില്ല കഴിഞ്ഞ ദിവസം. തുടർന്ന് സഭ ഇന്നും സമ്മേളിക്കുകയാണ്. സണ്ണി ജോസഫിനെ ജോയി വിമർശിച്ചു. അളിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി തുടങ്ങിയ കാര്യങ്ങളും പരാമർശങ്ങളായി സഭയിൽ വന്നു. സഭ പുരോഗമിക്കുകയാണ്. സാധാരണയാണത് മനസ്സിലാക്കാനും പറ്റും. എന്നാൽ മാനദണ്ഡങ്ങളെ ആകെ കാറ്റിൽ പറത്തി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടന്ന ട്രാൻസ്ഫറുകളെ